പണി പാളിട്ടാ. അത് നമുക്ക് വേറെ നോക്കാം. ആദ്യത്തെ സെറ്റപ്പ് പണി പാളി എന്നുള്ളത് മനസ്സിലായി. ഒന്നുമില്ല, വാട്ടർ ഫ്ലോനൊരു ചെറിയൊരു വേരിയേഷൻ. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഈ ഒരു സെറ്റപ്പ് മാറ്റിയിട്ട് ക്യാനിസ്റ്റർ ഫിൽറ്റർ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫിൽറ്റർ പോലത്തെ ഒരു പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ആദ്യം ചെടിച്ചട്ടി ഉണ്ടാക്കിയൊരു ഇതുണ്ടായിരുന്നല്ലോ, ആ ഒരു ചട്ടി പോലത്തത്, അത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ മെക്കാനിക്കൽ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ പുറത്തുനിന്ന് മുകളിൽ നിന്ന് അടിയിലേക്ക് വെള്ളത്തിന് ഫ്ലോ കൊടുത്തിട്ട് പുഷ് ചെയ്യുന്ന രീതിയിലാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ ടീയും അതുപോലെ തന്നെ എൽബോ ഒക്കെ ഇട്ടിട്ട് ഞാൻ ഈ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഷെയ്ഡ് നെറ്റില്ലേ, ഷെയ്ഡ് നെറ്റിൻ്റെ പീസുകൾ അത് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഫസ്റ്റത്തെ ഫിൽറ്ററിങ് വരുന്നത്. അതാവുമ്പോൾ നമ്മുടെ കച്ചറകൾ കംപ്ലീറ്റ്, അതിൻ്റെ ഈ മീനിൻ്റെ വേസ്റ്റ് ഇതൊക്കെ ഉണ്ടല്ലോ, കാഷ്ടം, ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിൽ വന്നടിയും. അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്ക് പുറത്ത് കളയാനായിട്ടൊരു ബാക്ക് വാഷ് സിസ്റ്റം കൂടി ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മളുടെ മേത്തുരക്കുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ, അതാവുമ്പോൾ നമ്മളുടെ ബയോളജിക്കലായിട്ടുള്ള എന്താ പറയുക, ബാക്ടീരിയാസ്, അതോ വെള്ളത്തിനെ ഫിൽട്ടർ ചെയ്യുന്ന ബാക്ടീരിയാസിന് ഏറ്റവും കൂടുതൽ വളരാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഈ സ്പോഞ്ചും നെറ്റും കൂടി ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ശേഷം പിന്നെ കരിയാണ് ഉപയോഗിക്കുന്നത്. നമ്മളുടെ ഇത് അൽഫാമിനൊക്കെ ഉണ്ടാക്കുന്ന കരി ഉണ്ടല്ലോ, ഈ കരിയാണ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുള്ളത്. അതിന് ശേഷം വീണ്ടും ഒരു ലെയർ നെറ്റും കൂടി വെക്കും. പിന്നെ അതിൻ്റെ മുകളിൽ ബാബി മെറ്റലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ചെറിയ മെറ്റലുണ്ടല്ലോ, ആ മെറ്റലാണ് ഉപയോഗിക്കുന്നത്. അത് നല്ലോണം വാഷ് ചെയ്ത് അതിൻ്റെ ഉള്ള ചളിയും അതുപോലെ തന്നെ ആ ഇതുണ്ടല്ലോ പൊടികളൊക്കെ കളഞ്ഞതിന് ശേഷമായിരിക്കണം ഇതിൻ്റെ മുകളിൽ ഇടേണ്ടത്. ഇപ്പോൾ ഏകദേശം മെക്കാനിക്കൽ ഫിൽറ്ററിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് വാട്ടർ ഫ്ലോ ഓവർഫ്ലോ ആയിട്ടാണ് പോകണം. ആ സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. ഓവർഫ്ലോ പോയതിന് ശേഷം നമ്മളുടെ ഈ കൂജ ഉണ്ടല്ലോ, കൂജയുടെ ഉള്ളിലേക്ക് വെള്ളം പോകുന്ന സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ വേറെ ബയോളജിക്കൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെറാമിക് അതുപോലെ തന്നെ ബയോബോൾസ് ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻസർ ഫിൽറ്ററിൽ നിന്ന് മെക്കാനിക്കൽ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന വെള്ളം നേരെ ചെയ്യുന്നത് ബയോ ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്കാണ്. എന്നിട്ട് അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. ആ ഒരു സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സംവിധാനങ്ങൾ ചെറിയ ഐഡിയകളെ കൊണ്ട് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.